പൂഞ്ഞാറിൽ വൈദികനെ വാഹനമിടിപ്പിച്ചു എന്ന കേസിൽ പ്രതിചേർക്കപ്പെട്ട പ്രായപൂർത്തിയായ 17 വിദ്യാർത്ഥികൾക്കും ജാമ്യം. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ കേസിൽ പ്രതിചേർക്കപ്പെട്ട 27 വിദ്യാർത്ഥികൾക്കും ജാമ്യം ലഭിച്ചു. അവിചാരിതമായി നടന്ന സംഭവം ആസൂത്രിതമെന്ന് വരുത്തി വർഗീയ നിറം നൽകി പ്രശ്നം വഷളാക്കാൻ ശ്രമം നടന്നു. പ്രതി ചേർക്കപ്പെട്ട ആരും മുമ്പ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. +2 പൊതുപരീക്ഷ തുടങ്ങുന്നതും ഉച്ചയ്ക്ക് 12 മണിക്ക് നടന്ന സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തത് രാത്രി 10:00-ക്കാണെന്നും ചൂണ്ടിക്കാട്ടി. സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സും പകർപ്പും കോടതിയിൽ സമർപ്പിച്ചു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി 17 പേർക്കും ജാമ്യം നൽകിയത്. പരമാവധി ഒന്നും ആക്സിഡന്റാ, 6 മാസം അല്ല 5000 രൂപ പിഴയോ കൊടുക്കാവുന്ന ഒരു സംഭവമാണ് 307 എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം വിദ്യാർത്ഥികളാണ്. ജാമ്യം ലഭിച്ചതിൽ ആശ്വാസമെന്ന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പ്രതികരിച്ചു. ഞാൻ 5-6 ദിവസമായിട്ട് ജയിലിലാണ്. അപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥയെ ഒന്ന് ക്ലിയർ ആകാതെ പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം നമ്മൾ കളക്ടറോടും മന്ത്രിയോടും അതേപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ജാമ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത 10 പേർക്ക് ഇന്നലെ ജുവനൈൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ 23-ന് സെന്റ് ഓഫ് പരിപാടി കഴിഞ്ഞ് വിദ്യാർത്ഥികൾ റീൽസ് എടുക്കുന്നതിനിടെ വൈദികനെ വാഹനം ഇടിപ്പിച്ചതായാണ് കേസ്. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുക, പരിക്കേറ്റ വൈദികന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിടുക, വധശ്രമ കേസ് ചുമത്തിയതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകിയത്. നവമാധ്യമങ്ങളിൽ മതവിദ്വേഷം പരത്തുന്ന കാസ അടക്കമുള്ള സംഘടനകൾക്കും വിദ്വേഷ പ്രസ്താവന നടത്തുന്ന മതരാഷ്ട്രീയ നേതാക്കൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. മീഡിയ 1 കോട്ടയം.